എന്ത് പറ്റി? തന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ? ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് സാന്ദ്ര തോമസ് നൽകിയ പത്രിക തള്ളി. മർമ്മത്ത് കുത്തിയത് കണ്ടില്ലേ നീ? അവിടെ വീണത് കണ്ടില്ലേ അവൻ? സാന്ദ്ര അസോസിയേഷന്റെ തലപ്പത്തേക്ക് വന്നാൽ എന്തൊക്കെയാണ് അവരെ ബാധിക്കുന്നതായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത്? അടിയാണെങ്കിൽ ഒരു പണിയെടുക്കാതെ മര്യാദയ്ക്ക് സുഖമായിട്ട് കഴിയായിരുന്നു. ഒറ്റയടിക്കലെ തെളിഞ്ഞു വന്ന ലൈഫിന്റെ ഫിലമെന്റ് അടിച്ചു പോയത്. അവര് ഭയക്കുന്നത് ആ അസോസിയേഷനെ കൊണ്ട് കുട്ടികളുടെ അഴിമതി നടത്തിയിട്ടുണ്ട്. ഈ അഴിമതി വെളിയിലേക്ക് വരും. സംഗതി സത്യ. ആ റിപ്പോർട്ട് കോടതിയിലെത്തിയാൽ എല്ലാരും അകത്തു പോകും. ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. കൂട്ടുപ്രതികളെയൊക്കെ വിളിക്കേ. എല്ലാരും കൂടെ ആലോചിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ഞങ്ങൾ നാട്ടുകാർക്കൊരു വിഷയം ഉണ്ടാകുമ്പോ അത് ഡാർസ് യൂസ് കേട്ടോണ്ടല്ലാതെ പിന്നെ വേറെ ആരോട് പറയാ? അതും ശരിയാണ്. എന്നെ മമ്മൂക്ക വിളിച്ചിരുന്നു. ഇതൊക്കെ അവനോട് പറയുന്നത് എന്തിനാ? എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ ശരിയാക്കി തരില്ലേ? ഞാൻ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കും. എന്നെ വലിയ കാര്യ. എന്നോട് കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് മമ്മൂക്ക പറഞ്ഞിരുന്നു. ആവശ്യമില്ലാത്ത കാര്യത്തിന് അവിടെ എന്തിനാ കയറി ഇടപെടുന്നത്? അറിയാലോ, മമ്മൂട്ടിയാണ്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ. മമ്മൂക്കയുടെ മകൾക്കാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതെങ്കിൽ അവരോടും ഇത് പറയൂ? അതല്ല ഉദ്ദേശം. ഞാൻ മാറി പ്രതികരിക്കരുത്, കേസുമായിട്ട് മുന്നോട്ട് പോകരുത്, ഇത് ഭാവിയിൽ എന്നെ ബാധിക്കും, എനിക്കിനി സിനിമ ചെയ്യാൻ പറ്റില്ല. മൂത്തവര് പറയുന്ന അനുസരിക്കും മോനെ. സൗകര്യമില്ല. എന്റെ പൊന്നോ, എന്നെ ഈ നിർമ്മാതാക്കൾ ഇനി തിയേറ്ററിൽ എന്റെ സിനിമ ഇറക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്നൊരു സ്റ്റാൻഡ് ആയിരിക്കുമോ മമ്മൂക്ക എടുക്കുന്നത്? വേണ്ട മോളെ വേണ്ട. പാപ്പിച്ചായനോട് എതിരിടാൻ നീ വളർന്നിട്ടില്ല എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇനി സാൻഡ്രയുടെ ഇഷ്ടം പോലെ, ഇനി അതിനകത്ത് ഇനി ഞാനൊന്നും പറയുന്നില്ല. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. അദ്ദേഹം എന്റെ അടുത്ത് കമ്മിറ്റ് ചെയ്തിരുന്നൊരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമയിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി. തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞുള്ളൂ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച അല്ല, സമയം 4:30 നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു സീൻ ഉണ്ടായിട്ടില്ല, ഷോ ഉണ്ടായിട്ടില്ല. എന്നെ ഇവിടുന്ന് തുടച്ചു മാറ്റാനായിട്ടാണ് എല്ലാരും കൂടെ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് ഞാൻ അദ്ദേഹത്തിനോട് വ്യക്തമായിട്ട് പറഞ്ഞു. ഇവിടെ നടന്നത് പുറത്തറിഞ്ഞാൽ പിന്നെ മഞ്ഞളി ടാർസൂസ് ജീവിച്ചിരിക്കില്ല. എന്താ ടാർസൂസ് ഏട്ടാ, ഞങ്ങൾ ആരോട് പറയാനാ?